ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. മഹാഭാരതം കിളിപ്പാട്ട് ആദിപർവം തുടരുന്നു. തൽപുത്തനവാദീനൻ തൽഭക്തി മര്യാദയും അവനെ പോലെ പരിപാലനം ചെയ്തില്ലാരും. ചൊല്ലരും പ്രസേനതിൽ പുത്രിയാം സുമന്ത്രയെ നല്ലനാം മഹാഭൗമൻ വേട്ടിതു വിധിയാലെ. നയശൗര്യോപയാദി സകല ഗുണങ്ങളോടയുധനായ നൃപനവൾ പെറ്റുണ്ടായി വന്നാൻ. തൽഭക്തി പൃഥുസർവാവിൻ മകൾ ഭാസയല്ലോ. തൽപുത്രനക്രോധനാകിയ മഹീപതി തൽഭക്തി കരണ്ടുവാം കരിങ്കാത്മജയല്ലോ. തൽപുത്രൻ ദേവാതിഥി ദേവനായക സമൻ. തൽഭക്തി വിദേഹൻ തൻ പുത്രിയാം മര്യാദയും. തൽപുത്രൻ നൃപനംഗഭൂപതി പുത്രനല്ലോ. തൽഭക്തി വാമദേവി തൽപുത്രൻ നൃക്ഷനൃപൻ. തൽഭക്തി വലലയാം തക്ഷകപുത്രിയല്ലോ. തൽപുത്രൻ മദിനാരൻ തൽഭക്തി സരസ്വതി. തൽപുത്രൻ തംസുനൃപൻ തൽഭക്തി കാലിംഗിയും. തൽപുത്രൻ നിലയനും തൽഭക്തി രഥന്തരി. തൽപുത്രന്മാരഞ്ചുപേർ ദുഷന്താദികളല്ലോ. വിശ്വാമിത്രന്റെ മകളാകിയ ശകുന്തള ദുഷ്യന്ത മഹീപതി തന്നെ കാന്തയായ. അവൾ പെറ്റുണ്ടായി വന്നു ഭരതനെന്ന വീരൻ. അവന്റെ പാരമ്പര്യം ഭാരതമാകുന്നിതും. കാശേഷിയായ സാർവസേനിയാം സുനന്ദയെ ആശയാ വിവാഹം ചെയ്തിടിനാൻ ഭരതനും. അവനു ഭൂമന്യുവെന്നുണ്ടായാനൊരു സുതൻ. അവനും ദാശാർഹന്റെ മകളാം വിജയെ വേട്ടിതു സുഹോത്തനെന്നുണ്ടായി തനയനും. വേട്ടിതു സുവർണയാമൈക്ഷ്വാകി തന്നെയവൻ. ഹസ്തിയാം നരപതി പുത്രനായുണ്ടായി വന്നിതെത്രയും പ്രസിദ്ധനായി ഉത്തമ കീർത്തിയോടെ. ഹസ്തിതാം നിർമ്മിച്ചൊരു പുരമായതുമൂലം ഹസ്തിനപുരമെന്നു ചൊല്ലുന്നിതറിഞ്ഞാലും. ഹസ്തിനമെന്നു ചൊല്ലുവാൻ തോന്നിയതെന്നാകിലും ശാസ്ത്രികൾ ചൊല്ലിയിടുന്നു ഹാസ്തിനമെന്നു തന്നെ. ഹസ്തിയും ത്രിഗർത്തന്റെ മകളെ വേട്ടുകൊണ്ടാൻ. ആ സ്ത്രീരത്നത്തിനു പേരായതു യശോധര. അവളും വികുണ്ഠനെന്നൊരുവൻ തന്നെ പെറ്റാളവനും. ദാശാർഹന്റെ മകളാം സുദേവയെ വേട്ടിതന്നവൾ പെറ്റുണ്ടായാൻ അജമീഢൻ. വേട്ടിതു നാരിമാരെ കനിവോടഞ്ചുപേരെ. കൈകേയി നാഗ പിന്നെ ഗാന്ധാരി വിശാലയും. മാഴ്കാതരാഗം തേടുമിക്ഷയും ക്രമത്താലെ. 40 ശതസുതന്മാരുണ്ടായി വന്നതിനാൽ പല വംശമുണ്ടായി നൃപന്മാരും. അവിടെ വംശകർത്താവായതു സംവരണൻ. അവനും ആദിത്യന്റെ മകളാം തപതിയെ വസിഷ്ഠ നിയോഗത്താൽ വേട്ടതി സുഖത്തോടെ. വസിക്കുന്ന നാളിൽ കുരുവാകിയ സുതന്തായി. ഗൗരവഗുണം തേടും തൽകുലജാതന്മാരെ കൗരവന്മാരെന്നവൻ മൂലമായി ചൊല്ലിയിടുന്നു. ദാശാർഹൻ തന്റെ മകളാകിയ ശുഭാംഗിയെ ആശയാ വേട്ടു ഗുരു തൽസുതൻ വിദൂരൻ താൻ. തൽഭക്തി മാഗധൻ തൻ പുത്രിയാം അമൃതാഖ്യ. തൽപുത്രൻ പരീക്ഷിത്തു തൽപഗ്നി സ്വരൂപയും. തൽപുത്രൻ ഭീമസേനാകിന നൃപശ്രേഷ്ഠൻ. തൽഭക്തി സുകുമാരിയായ കൈകേയിയല്ലോ. അവൾക്കു പ്രതിസ്രവാവെന്നൊരു മകനുണ്ടായി. അവനെ പ്രദീപനെന്നെല്ലാരും ചൊല്ലിയിടുന്നു. തൽപഗ്നി സുനന്ദയം ശിബിനന്ദനയല്ലോ. തൽപുത്രന്മാരായി 3 അഗ്നി പോലെ. ദേവാവിയെന്നും പിന്നെ ശന്തനും ബാഹ്ലീകനും. ദേവാവി വനവാസം തുടങ്ങി ചെറിയന്നേ. സോമവംശവും മേലിൽ അവനാലുണ്ടായി വരും
ഭൂമിയെ രക്ഷിച്ചതു ശന്തനു മഹീപതി. അവന്റെ പത്നിയായി വന്നിതു ഭാഗീരഥി. അവൾ പെറ്റുള്ളൂ ദേവവ്രതനെന്നറിഞ്ഞാലും കാമിച്ചു വലഞ്ഞിതു ശന്തനു കാളിയെന്ന കാമിനിയായ ദാശനാരിയെ കണ്ട മൂലം. അതിനാൽ ദേവവ്രതൻ രാജ്യവും ഉപേക്ഷിച്ചു മതിമാൻ ബ്രഹ്മചര്യം ദീക്ഷിച്ചു. കൈവർത്തനോടവളെ വാങ്ങി തന്റെ ദാതനു നൽകിയിടിനാൻ. അവനെ ഭീഷ്മരെന്നു ചൊല്ലുന്നു മഹാജനം. അവളെ വേൾക്കും മുമ്പേ പുൽകിനാൻ പരാശരൻ. അവളിൽ ഭേദം വ്യാസൻ ഉണ്ടായി തന്നു തന്നെ. പിന്നെ ശന്തനുജന്മാരായവൾ പെറ്റുണ്ടായി മന്നവൻ ചിത്രാംഗതൻ വിചിത്ര വീരൻ താനും. ശന്തനുവിന്റെ കാലം കഴിഞ്ഞോരനന്തരം ശന്തനുപുത്രൻ ചിത്രാംഗതനായി വന്നു രാജ്യം. ഉഗ്രനാം ചിത്രാംഗതനാകിയ ഗന്ധർവേന്ദ്രൻ നിഗ്രഹിച്ചിതു ചിത്രാംഗതനാം നൃപേന്ദ്രനെ. സത്വരം ബാലകനാം വിചിത്രവീരൻ തന്നെ പൃഥ്വിവല്ലഭനാക്കി വാഴിച്ചു ഗംഗാദത്തൻ. കമ്പുകണ്ഠികളായ കാശിരാജാത്മജമാരംബികാതാനും അംബാലികയും അവൻ തൻ്റെ വല്ലഭമാരായി വന്നു മരിച്ചു നൃപതിയും. അല്ലൽ പൂണ്ടിതു രാജവാസികൾ അതുമൂലം സന്തതിയില്ലാഞ്ഞാശു ദുഃഖിച്ചു സത്യവതി ചിന്തിച്ചു വേദം വ്യാസനാകിയ മുനീന്ദ്രനെ. മാതാവിൻ മതമറിഞ്ഞീടിന മുനിവരൻ ഭ്രാതാവിൻ കളത്രത്തിൽ സന്തതിയുണ്ടാക്കിനാൻ. ചൊല്ലരും ധൃതരാഷ്ട്രൻ അംബിക പെറ്റുണ്ടായി. നല്ലനായ അംബാലികയ്ക്കുണ്ടായി പാണ്ഡുതാനും. ജ്ഞാനിയാം വിതുരരുമുണ്ടായി ശൂദ്രിതന്നിൽ. സാനന്ദം ധാർത്തരാഷ്ട്രന്മാരായി 101 പാണ്ഡുവിനഞ്ചു മക്കൾ ധർമ്മജാതികളല്ലോ. പാണ്ഡവന്മാരൈവർക്കും ഭക്തി പാഞ്ചാലിതാനും. അവൾ പെറ്റഞ്ചു മക്കളെ അവർക്കും കൂടിയുണ്ടായി. അവളുടെ നാമം വെവ്വേറെ ചൊല്ലാമല്ലോ. പ്രതിബിന്ധ്യനും സുതസോമനും ശ്രുതകീർത്തി മതിമാൻ ശതാനീകൻ ശ്രുതകർമാബുധാനും. പിന്നെയും വേറെയൊന്നു വേട്ടിതു യുധിഷ്ഠിരൻ. കന്യക ശൈബപുത്രി ദേവികയെന്നവളെ. യൗധേയനെന്ന മകനുണ്ടായാൻ അവൾ പെറ്റും വാതജൻ വാരാണസി ബുക്കു. കാശീശൻ തന്റെ മകളാം ബലധര തന്നെയും കൊണ്ടുപോന്നാൻ. മകനായി സർവകാഖ്യനുണ്ടായാൻ അവൾ പെറ്റും ഫൽഗുനൻ ദ്വാരാപതി ബുക്കുടൻ സുഭദ്രയെ കൈക്കൊണ്ടുപോന്നാൻ. അവൾ പെറ്റ അഭിമന്യുവുമുണ്ടായി. നകുലൻ വേട്ടു കരേണുമതി എന്നു പേരാം മകരനേത്രയായ ചേതീശപുത്രി തന്നെ. പുത്രനായി നിരമിത്രനെന്നവൾക്കുണ്ടായി വന്നു. മദ്രേശ സുതാത്മജനാകിയ സഹദേവൻ. മദ്രേശൻ തന്റെ മകൾ വിജയ തന്നെ വേട്ടാൻ. പുത്രനായി സുഭോധനെന്നുണ്ടായാൻ അവൾ പെറ്റും. ഭീമസേനനു മുന്നം ഹിഡിംബി തനയനായി ഭീമനാം ഘടോൽക്കാജൻ എന്നവനുണ്ടായി വന്നു. അർജുനൻ ഗംഗാസ്നാനം ചെയ്ത നേരത്തു തത്ര വിജ്വരമുലൂപിയിലുണ്ടായി നിരാവാനും. അർജുനൻ ഗംഗാസ്നാനം ചെയ്ത നേരത്തു തത്ര വിജ്വരമുലൂപിയിലുണ്ടായ നിരാവാനും. പിന്നെയും മണലൂരപതിനന്ദനായ കന്യക ചിത്രാംഗത ഫൽഗുന ഭാര്യയായ സുഭ്രുവാം അവളുമായി വിഭ്രമം കലർന്നഴും അഭ്രവാഹനസുതനവിടെ ഇരുന്ന നാൾ അത്ഭുതഗാത്രി പെറ്റിട്ടർഭകനുണ്ടായി വന്നു. ബഭ്രുവാഹനെന്നു സൽപുമാനവനേറ്റം. ഇങ്ങനെ 13 നന്ദനന്മാരാമാരുണ്ടായി മംഗലന്മാരായുള്ള പാണ്ഡവന്മാർക്കു മുന്നം. എന്നതിൽ അഭിമന്യു വേട്ടിതു വിരാടന്റെ കന്യകയായി മേ വീടും ഉത്തരയെന്നവളെ. അവളിലുണ്ടായതു നിൻപിത പരിഷിത്താം അവനീപതി വിഷ്ണുരാധനാം വിഷ്ണുഭക്തൻ.
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം